ഹലോ ഫ്രണ്ട്സ്, പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു സലാർ. സിനിമ ഫസ്റ്റ് ഡേ എനിക്ക് കാണാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേ വൈകിട്ടാണ് സിനിമ കണ്ടത്. കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റിയില്ല. 2023 ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമകളിൽ ഒന്നുകൂടിയായിരുന്നു സലാർ. ആദ്യം തന്നെ സലാർ പാർട്ട് 1 സീസ് ഫയറിന് ഹൈപ്പിനോട് നീതി പുലർത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പ്രശാന്ത് നീൽ KGF സീരീസ് കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ച ആ ഒരു ഇമേജ് സലാറിനെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സിനിമയിലെ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്രഭാസ് ഫാൻസിനെ അർമാദിക്കാനുള്ള കുറേ സീൻ സിനിമയിലുണ്ട്. ബാഹുബലിക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ പ്രഭാസിന്റെ ആ സ്വാഗും പെർഫോമൻസും ഒക്കെ സലാറിലൂടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പ്രഭാസ് എന്ന താരത്തിന്റെ നല്ലൊരു കംബാക്ക് തന്നെയാണ് ദേവ എന്ന കഥാപാത്രം. അതുകൊണ്ട് തന്നെ ഡൈഹാർഡ് പ്രഭാസ് ഫാൻസിനൊക്കെ ഈ സിനിമ അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സമ്മാനിക്കുക. ആക്ഷൻ സീക്വൻസിലും എലവേഷൻ സീനുകളിലുമെല്ലാം തന്റെ ബോഡിയും സ്ക്രീൻ പ്രസൻസും കൊണ്ട് ഒരു ഫീൽ കൊണ്ടുവരാൻ പ്രഭാസിന് സാധിച്ചിട്ടുണ്ട്. ക്യാരക്ടറിന്റെ പവർ പ്രേക്ഷകനെ ഫീൽ ചെയ്യിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വരദായി എത്തിയ രാജുവേട്ടനും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എന്നാൽ പാർട്ട് 1 അഴിഞ്ഞാടാൻ വലിയ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഉള്ള സീനെല്ലാം നീറ്റായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ശ്രുതി ഹാസൻ, ഈശ്വരി റാവു എന്നിവരുടെ പെർഫോമൻസ് ആണ് കുറച്ച് ഓവറായി അനുഭവപ്പെട്ടത്. ഇനി മലയാളം ഡബിന്റെ പ്രശ്നമാണോന്നും അറിയില്ല. KGFനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള മേക്കിംഗ് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. എങ്കിലും വിഷ്വലി നല്ല ക്വാളിറ്റിയിൽ തന്നെ കുറച്ചുകൂടി വലിയ ക്യാൻവാസിലാണ് പ്രശാന്ത് നീൽ സലാർ എടുത്തു വെച്ചിരിക്കുന്നത്. കാൻസാർ എന്ന മറ്റൊരു യൂണിവേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും ക്യാരക്ടർ ബിൽഡിംഗും മാത്രമാണ് സലാർ പാർട്ട് 1 പാർട്ട് 2 കൂടുതൽ കാര്യങ്ങൾ വരിക എന്നും 100% ഉറപ്പായിട്ടുണ്ട്. ഒറ്റ പാർട്ടായി എടുക്കാൻ തീരുമാനിച്ച സിനിമ പിന്നീട് 2 ഭാഗങ്ങളാക്കുകയായിരുന്നു. ഗൂസ് ബംപ് സീനുകളൊക്കെ കുറവാണെങ്കിലും പ്രഭാസിന്റെ ഫസ്റ്റ് ഹാഫിലെ ആക്ഷൻ സീനും ഇന്റർവെൽ സീനും അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലെ ഒരു മെയിൻ ആക്ഷൻ സീനും ക്ലൈമാക്സുമാണ് കുറച്ചുകൂടി ഹൈ മൊമെന്റായി അനുഭവപ്പെട്ടത്. മൊത്തത്തിൽ 2 മണിക്കൂർ 55 മിനിറ്റോളം ദൈർഘ്യമുള്ള സിനിമയിൽ ആകെ കുറച്ച് സീനുകളിൽ മാത്രമാണ് ഇമ്പാക്റ്റ് ആയിട്ടുള്ളത്. രവി ബസ്രൂറിന്റെ BGM ഒക്കെ കുറെ കൂടി ഇമ്പ്രൂവ് ആക്കാമായിരുന്നു. സലാർ എന്ന സിനിമയിൽ ഓർത്തെടുക്കാൻ പറ്റിയ BGM സൗണ്ട് ഓഫ് സലാർ മാത്രമാണ്. അല്ലാതെ ഒന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. നല്ലൊരു BGM വർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ സീനുകൾക്കൊക്കെ കുറച്ചുകൂടി ഫീൽ തരാൻ സാധിച്ചേനെ. സിനിമയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി നമുക്ക് എവിടെയും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ KGF ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ പ്രഭാസിന്റെ അടക്കമുള്ള കഥാപാത്രത്തോട് നമുക്കൊരു അടുപ്പം തോന്നിപ്പിക്കാൻ സ്ക്രീൻ പ്ലേക്കോ തിരക്കഥയ്ക്കോ സാധിച്ചിട്ടില്ല. അതായത് ഇവർ എന്ത് ചെയ്താൽ നമുക്ക് എന്ത് എന്നൊരു മൈൻഡിലാണ് നമ്മൾ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത്. അല്ലാതെ നമുക്ക് ആരോടും ഒരു പ്രത്യേക ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നുന്നില്ല. ഫ്രണ്ട്ഷിപ്പാണ് സിനിമയുടെ മെയിൻ കോറായി വരുന്നെങ്കിലും അതിനെപ്പോലും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും KGFനേക്കാൾ വലിയ കാൻസാർ എന്ന മറ്റൊരു യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് ബിഗ് ക്യാൻവാസിൽ സിനിമ എടുത്ത പ്രശാന്ത് നീൽ കയ്യടി അർഹിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. അതുപോലെ തമിഴ് ഡബ്ബും എല്ലാം അടുത്ത റിലീസ് ഉണ്ടെങ്കിൽ അത് തന്നെ കാണാൻ ശ്രമിക്കുക. മലയാളം ഡബ്ബിംഗ് ഒക്കെ വൻ തോൽവിയായിട്ടാണ് തോന്നിയത്. ആരുടെയും ശബ്ദം വലിയ കുഴപ്പമില്ല, എങ്കിലും എഴുതി വെച്ചേക്കുന്ന ഡയലോഗ്സ് ഒക്കെ പക്കാ ബോറാണ്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് സലാർ പാർട്ട് 1 കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രഭാസ് ഫാൻസിനും അതുപോലെ പ്രശാന്ത് നീലിന്റെ സിനിമകൾ ഇഷ്ടമുള്ളവർക്കും ഒരു തവണ തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ് സലാർ. അല്ലാതെ നോർമൽ ഓഡിയൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ തക്ക ഒന്നും തന്നെ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടില്ല. തിയേറ്ററിൽ കാണാതെ ഡയറക്റ്റ് OTTയിൽ കണ്ടാൽ ചിലപ്പോൾ അതിനേക്കാൾ മോശം എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമയ്ക്ക് ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. അതുകൊണ്ട് കാണണമെന്നുള്ളവർ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എനിക്ക് മൊത്തത്തിൽ സലാർ എന്ന ചിത്രം ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. രണ്ടാം ഭാഗത്തിൽ പാർട്ട് 1 പോരായ്മകളൊക്കെ മാറ്റിയെടുത്ത് ഗംഭീര എക്സ്പീരിയൻസ് സമ്മാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.